കുറേ ദിവസമായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന് വിചാരിക്കണം. അപ്പം അതിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ദിവസം നമ്മളെ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെയാണെന്ന് വിചാരിച്ചു. നമ്മളെ ലൈഫിൽ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നേ നമ്മളെ ഫ്രണ്ട്സ് സർക്കിൾ തന്നെയാണല്ലേ. അങ്ങനെ എൻ്റെ ലൈഫിലേക്ക് കയറി വന്നൊരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റാണിത്. ഫ്രണ്ടിൻ്റെ പേര് ഞാൻ പ്രത്യേകം എടുത്തു പറയണില്ല, പക്ഷെ എൻ്റെ ലൈഫിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റുകളിൽ ഒന്നാണിത്. അങ്ങനെ രാത്രിത്തെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എണീക്കാൻ ഏകദേശം ഒരു 11 മണിയായി. രാവിലെ എണീറ്റ മുതൽ ഒടുക്കത്തെ വിശപ്പാണ്. കാലാവസ്ഥേൻ്റെയാണ് തോന്നുന്നു. അപ്പം നമ്മളെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു എഗ്ഗ് വ്രാപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബട്ടറിൽ അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയും ചെയ്തു. ഇത് കോഴിമുട്ടയൊക്കെ നിറച്ചൊരു ഫീലിങ്സാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയ റാപ്പ് കേട്ടോ, നോക്കി നോക്കാം. ഇതിൻ്റെ വീഡിയോ ഒന്നും ചാനലിൽ വരുന്നില്ല കേട്ടോ. ഇതൊന്നും ഉണ്ടാക്കി പരീക്ഷന് ശേഷം അടുത്ത ടൈം നമുക്ക് നോക്കാമെന്ന് വെച്ചിട്ടോ. ഭയങ്കര ചൂട്, അടിപൊളി സാധനം. അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനം. ഇതിൻ്റെ ഒരു വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യും. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയും വിശപ്പ് തുടങ്ങി. അപ്പോൾ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ തന്നെ പോയി ഒരു മട്ടൻ ബിരിയാണി അങ്ങോട്ട് ഓർഡർ ചെയ്തു. ഒരു അറേബ്യൻ മട്ടൻ ബിരിയാണി കിട്ടുന്ന സ്പോട്ടാണ് കേട്ടോ ഇത്. നമ്മളെ റൂമിനോട് തൊട്ട് ചാരിയിട്ടുള്ള ഹോട്ടൽ. ഞാൻ ഈ ഏരിയയിൽ കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല അറേബ്യൻ ഫുഡ് കിട്ടുന്ന സ്പോട്ട്. ആ മട്ടൻ്റെ ഒക്കെ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ നല്ല മിയ ഫുഡ്. എടുത്തു പറയേണ്ടത് അവിടുത്തെ മട്ടൻ്റെ സോഫ്റ്റ്നെസ് തന്നെ. ഞാനിങ്ങനെ വായിലിടുന്ന സമയത്തേ അലിഞ്ഞങ്ങോട്ട് പോകും. നമ്മളെ ബൂമ്പ പറയുന്ന പോലെ മെൽറ്റ് ഇൻ ദ മൗത്ത്, ആ ഒരു ഫീലിംഗ് കിട്ടും. ഇവിടെ ബുധയിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടു. ഇതിപ്പോൾ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ കഴിച്ച് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം പറയാണ്. ഇഷ്ടപ്പെട്ട ഫുഡ് ബാക്കിയുള്ള ആൾക്കാരേക്കും കൂടി എത്തിക്കണ്ടേ. പിന്നെ 1,500 ഈ മട്ടൻ ബിരിയാണിക്ക് റേറ്റ് വരുന്നത്. നമ്മുടെ നാട്ടിലത്തെ ഏകദേശം 350 രൂപ. ഈ മട്ടൻ്റെ ഒരു സോഫ്റ്റ്നെസ് കണ്ടില്ലേ, അതാട്ടോ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത്. പിന്നെ ഇവിടെ കിട്ടുന്ന ഒരു സൂപ്പ്, മട്ടൻ്റെ സൂപ്പാണ്. നമ്മൾ ഫുഡ് ആകുമ്പോൾ അതിൻ്റെ പോയി ഫ്രീ ആയിട്ട് കിട്ടുന്ന സൂപ്പാണ്. അതും കൂടി അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാലേ സെറ്റാണ്. കഴിഞ്ഞപ്പോൾ നമ്മളെ ബർത്ത്ഡേൻ്റെ ഇന്നലത്തെ കേക്ക് ഉണ്ടായിരുന്നു, അതും കൂടിയും കഴിക്കാൻ വെച്ചു. നല്ല ടേസ്റ്റ് കേക്ക് കിട്ടും. ഒരു കേക്കിൻ്റെ പീസ് ബാക്കിയുള്ളായിരുന്നു. പിന്നെ കുറച്ചുകൊണ്ട് ഒരു ഐസ്ക്രീമും കൂടിയും കഴിച്ചിട്ടോ. ഐസ്ക്രീമേ വലിയൊരു ടേസ്റ്റ് ഇല്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4:30-5 മണിയായി ടൈം. ഇനി ഒന്ന് ജസ്റ്റ് നടക്കാനിറങ്ങാം പുറത്തേക്ക്. പിന്നെ ഈ ഡ്രസ്സ് കണ്ടില്ലേ, ഇതിൻ്റെ അനിയത്തിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് കേട്ടോ. കടൽ കടന്ന് നാട്ടിൽ നിന്ന് എത്തിയ ഗിഫ്റ്റ്. നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി പോയിട്ടൊരു ഗ്രില്ലും കൂടി കഴിച്ചു. ബർത്ത്ഡേ ആയതുകൊണ്ട് നല്ല ഫുഡ് കഴിക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് നമ്മളെ വിഷ് ചെയ്ത എല്ലാവർക്കും റിപ്ലൈയും കൊടുത്തു. അപ്പോൾ നമ്മളെ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.